നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അപ്പോൾ ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നവരും ഇനി PSC എക്സാംസ് ഉള്ളവരും നോക്കിയിരിക്കേണ്ട ചോദ്യപേപ്പറാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് പ്രസ്താവനകളാണ് തെറ്റ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബീഹാറിലെ ആരയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആര്? ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് 3 മാത്രമാണ്. ബാക്കി 3 ജോഡികളും ശരിയാണ്. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്, only 3. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന 4ാമത്തെ പ്രസ്താവനയാണ്. ബാക്കി 3ഉം ശരി. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1849 ഒക്ടോബർ 1. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ആദ്യത്തെ പ്രസ്താവനയാണ്. ബാക്കി 3ഉം ശരി. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പോൾ ഇതില് ഉത്തരം എ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ശരിയായ ജോഡികൾ: നാഗ്പൂർ സമ്മേളനം, നിസ്സഹരണ പ്രസ്ഥാനം, സൂറത്ത് സമ്മേളനം, ഇന്റർനാഷണൽ കോൺഗ്രസ്, വിഭജനം. 1ഉം 4ഉം ആണ്. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു? ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപവൽക്കരണ സഹായി ഏത്? ഭൂഗർഭജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു, ഇവിടെ തന്നിരിക്കുന്നത് കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്കാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാണ്? ആദിത്യ L1 ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ ഇവയെല്ലാം: ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം: ഖാരിഫ് വിളകൾ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ്. 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏത്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് ഏവ? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി തെറ്റായ പ്രസ്താവന: ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്നുള്ളതാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് തന്നെ ജവഹർലാൽ നെഹ്റു ആണ്. അതാണ് തെറ്റിപ്പോയത്. ബാക്കി 3 പ്രസ്താവനകൾ ശരി. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1ഉം 2ഉം 4ഉം ആണ്. എ ആണ് ആൻസർ. OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ, അതാണ് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്.
അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്, നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഈ തന്നിരിക്കുന്ന 4 ശരിയാണ്. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തിക്കും ലഭിക്കും. നിയമത്തിന് മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ, രാജ്യങ്ങൾ, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡ്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യ. മൗലിക കർത്തവ്യങ്ങൾ റഷ്യ. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. എ ആണ് ആൻസർ. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. ഇവിടെ കുറച്ച് യോഗ്യതകൾ തന്നിട്ടുണ്ട്. ഏത് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനാണ് ഈ യോഗ്യതകൾ ആവശ്യം? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം, ഉപരാഷ്ട്രപതിയാണ്. അടുത്തത് പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളെയും കണ്ടെത്തുക. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ. പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കലിയുടേതാണ്. നിയമങ്ങളുടെ അന്തസത്ത മൊണ്ടസ്ക്യൂ. ഇന്ത്യ 2020 ഡോക്ടർ APJ അബ്ദുൾ കലാം. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ കണ്ടെത്താനാ പറഞ്ഞേക്കുന്നത്. PK തുങ്കന്റെ വർഷമാണ് ഇവിടെ തെറ്റിപ്പോയത്. ബാക്കി 3 ശരിയാണ്. ബൽവന്ത് റായ് 1957, അശോക് മേത്ത 1977, സർക്കാരിയ 1983. 2 ആണ് ആൻസർ. അടുത്ത ചോദ്യം, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭാഗങ്ങളായി മാറ്റിയത് 2019 രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഓക്കെ, അപ്പോൾ അത് 3 ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3. ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ്? 10ാം പട്ടികയാണ്, അതാണ് പെടാത്തത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 11ാം പട്ടിക, 12ാം പട്ടിക. ചേരുംപടി ചേർക്കുക. പദ്ധതികളും ലക്ഷ്യങ്ങളുമാണ് തന്നിരിക്കുന്നത്. ചേരുംപടി ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ്. വിദ്യാകിരണം വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി PH ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. സി ആണ് ആൻസർ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? തെറ്റായ പ്രസ്താവന. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? 400A പ്രതിപാദിക്കുന്നത് ഇവയൊന്നും അല്ല. 300A കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇവിടെ സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി മാറ്റിയത് 300A ആണ്. അത് 400A ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തത്. ഇവയൊന്നും അല്ലയാണ് ആൻസർ. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് ആൻസർ. 2021 ഡേവിഡ് ജൂലിയസും ആർഡെയും പാറ്റാപൗട്ടിനും ചേർന്ന് നൊബേൽ സമ്മാനം നേടിയത് ഏത് മേഖലയിൽ ആണ്? വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ശരിയായ ഉചിതമായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. രോഗങ്ങളും രോഗകാരികളുമാണ്. ചേരുംപടി ചേർക്കാനാ പറഞ്ഞേക്കുന്നത്. മലേറിയ രോഗം പ്രോട്ടോസോവയാണ് രോഗകാരി. ടൈഫോയിഡ് ബാക്ടീരിയയാണ്. അസ്കാരിയാസിസ് വിരകളാണ്. ജലദോഷം വൈറസ് ആണ്. സി ആണ് ആൻസർ. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഏതാണ്? മിഠായി.
കൊറോണ വൈറസിന്റെ വകഭേദമായ B.1.1.529 ഇവയിൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഒമിക്രോൺ ആണ്. ഒമിക്രോൺ. പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്, എസ്കേപ്പ് വെലോസിറ്റിയുമായി ബന്ധമില്ലാത്തത് പിണ്ഡത്തിനാണ്. പിണ്ഡം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏത്? ഘർഷണ ബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം കണ്ടെത്തുക. സമവർത്തുള ചലനം. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിസ്ലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. 40 ഗ്രാം മീഥേൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. 110 ഗ്രാം ആണ്. 110 ഗ്രാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതാണ്? BCl3. X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xും Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം വാലൻസി വെച്ചിട്ടാണ് എഴുതാൻ ചോദിച്ചേക്കുന്നത്. ഇവിടെ XY2 ആണ്. Xന്റെ വാലൻസി 2, Yന്റെ വാലൻസി 1 ആണ്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ XY2 എന്ന് വരും. ചുവടെ കൊടുത്തിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഏറ്റവും ശരിയായ ഉത്തരം. രണ്ട് പ്രസ്താവനകൾ. സ്റ്റീൽ ഒരു ലോഹമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. അപ്പോൾ ഇതിൽ ഉചിതമായിട്ടുള്ള പ്രസ്താവന 1 തെറ്റും 2 ശരിയുമാണ് എന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെയാണ്? ഖത്തർ ലോകകപ്പിന്റെ സെമി ഫൈനലാണ് അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാ? എടക്കൽ കേവ്സ് വയനാട് ജില്ലയിലാണ്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്? ചവിട്ട് നാടകം പോർച്ചുഗീസുകാരുടെ സംഭാവനയായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? ഇപ്പോൾ K സച്ചിദാനന്ദനാണ്. K സച്ചിദാനന്ദൻ. പാദം 4 സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതമായാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? പരപ്പളവ് 8√2 സെന്റിമീറ്റർ സ്ക്വയർ. 28 ക്യൂബ് പ്ലസ് -15 ക്യൂബ് പ്ലസ് -13 ക്യൂബിന്റെ വില എത്രയായിരിക്കും? ആൻസർ C ആണ് 16380. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? ഉപരിതല വിസ്തീർണം 300% വർദ്ധിക്കും. 0.04 the whole raised to -1.5ന്റെ വില എത്ര? 125. ഒരു കോഡ് ഭാഷയിൽ ബോയ് = 7 ആണ്. താഴെ തന്നിരിക്കുന്ന കോഡുകൾ ശ്രദ്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. വുമൻ്റെത് 65 എന്നും ഗോഡിൻ്റെത് 9 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഡ് ഭാഷ കണ്ടെത്തിയിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. എന്നിട്ട് ഏതാണ് യോജിക്കുന്നത് എന്ന് കണ്ടെത്തി എഴുതാനാണ്. 1 തെറ്റ് 2 ശരിയുമാണ്. ഒറ്റയാൻ ഏത്? ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഒറ്റയാൻ 150. ABCയുടെ ശരാശരി M ആണ്. കൂടാതെ AB + BC + CA = 0 ആയാൽ A² B² C² ശരാശരി എന്ന് പറയുമ്പോൾ A² + B² + C²/3 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്ര കിട്ടും? ആൻസർ 3m² ആണ് കിട്ടുന്നത്. ഒരു ദിവസത്തിൽ എത്ര തവണ ഒരു ക്ലോക്കിന്റെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേർരേഖയിൽ വരും? നേർരേഖയിൽ വരുന്നത് 44 തവണ. ഇവിടെ ഇൻറ്റു = മൈനസ്, ഡിവൈഡഡ് ബൈ = പ്ലസ്, പ്ലസ് ഡിവൈഡഡ് ബൈ, മൈനസ് ഇൻറ്റു ആയാൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരി ഏതാണ്? D ആണ് ആൻസർ. 8 ഡിവൈഡഡ് ബൈ 10 - 3 + 5 × 6 = 8. അടുത്ത സംഖ്യ ഏത്? ഇവിടെ കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അടുത്ത സംഖ്യയായിട്ട് വരുന്നത് ഇവിടെ നോക്കുമ്പോൾ ഒന്നിടവിട്ട സംഖ്യകൾ 5 കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഉത്തരം എന്തുവാ? 110, 125, 120, 115. അപ്പോൾ അടുത്ത 5 കുറയുമ്പോൾ 110 ആണ് ആൻസർ. I had never been to Paris before. She exclaimed that. റിപ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. Dash to Paris before. ഉത്തരം C ആണ്. Had never been. I regret dash you that the event has been cancelled. ആൻസർ D ആണ്. Telling. When I arrived they dash for over an hour. ഉത്തരം എന്താ? had been waiting. 4 വന്നതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ചേർക്കേണ്ടത്. The diplomat's ability to speak multiple languages was considered a valuable dash and in international negotiations. ആൻസർ എന്താ? asset.
The artist painted a beautiful landscape dash to the canvas. ഉത്തരം ഈ on to ആണ്, on to. The negotiations between the two countries finally dash after weeks of discussions and the war began. ഉത്തരം C ആണ്, broke down. The detective's ability to notice the dash details led to the solving of the complex mystery. ഉത്തരം B ആണ്, salient. The bargains between the two companies reached a dash when they failed to agree on the terms of the partnership. Dead end. She showed dash concern for the environmental issue by actively participating in tree planting campaigns. Conscientious. അടുത്തത്, despite facing numerous obstacles, she displayed remarkable dash throughout the challenging project. ഉത്തരം B ആണ്, tenacity. സ്ട്രൈക്ക് വൈൽ ദ അയൺ ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ചൊല്ലിന് യോജിച്ച പഴമൊഴി താഴെ കൊടുത്തവയിൽ ഏതാണ്? കാറ്റുള്ളപ്പോൾ തൂറ്റണം. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? പാണിപാദം, പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉദാഹരണം അല്ലാത്തതാണ് അധ്യാപകർ. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? വണ്ട് എന്ന അർത്ഥം വരുന്നത് എല്ലാം ശരിയാണ്. അളി, ഭ്രമരം, മധുപം, ഭൃംഗം എല്ലാം വണ്ടാണ്. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ശരിയായ പദം അനുഗ്രഹീതൻ ആണ്. പിരിച്ചെഴുതുക. വിണ്ടലം പിരിച്ചെഴുതിയാൽ എങ്ങനെയാ? വിൺ അധികം തലം. ചേർത്തെഴുതുക. കൽ അധികം മതിൽ, കൽ അധികം മതിൽ, കന്മതിൽ. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥം എന്താ? ഏട്ടിലെ പശു പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം ഉന്മീലനം. ഉന്മീലനത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? നിമീലനം. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്നയാൾ, അറിയാൻ ആഗ്രഹിക്കുന്നയാൾ. ജിജ്ഞാസു, ജിജ്ഞാസു. ഇനി സിവിൽ എക്സൈസ് ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് 20 മാർക്കിന്. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചന പ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത്, പൊതുസ്ഥലം എന്നതിൽ ഉൾപ്പെടാത്തത് ഏത്? റെസ്റ്റ് ഹൗസിലെ താമസത്തിന് ഉപയോഗിക്കുന്ന സ്വകാര്യ മുറിയാണ്. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിന്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്ത് നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾക്ക് അബ്കാരി നിയമം അനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ് എത്രയാ? 15 ലിറ്റർ ആണ്. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. മയക്കുമരുന്ന് നിരോധന നിയമം 1985 NDPS ആക്ടിന്റെ ഉദ്ദേശം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ B ആണ് ആൻസർ. 1, 2, 4 ഉത്തരം. അടുത്ത ചോദ്യം, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിന്റെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങളാണ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പ് മുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള ആബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് ഏത്? കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾസ് പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം വേസ്റ്റേജ് ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക. ഉത്തരം D ആണ്. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിന്റെ വീര്യം അളക്കൽ എന്നതാണ്. കാലാവധി കഴിഞ്ഞ് വിദേശമദ്യ പെർമിറ്റുകൾ വീണ്ടും സാധൂകരിക്കുന്നതിന് താഴെ പറയുന്ന ഏതെല്ലാം നിബന്ധനകളാണ് പാലിക്കപ്പെടേണ്ടത്? 2, 3, 4 മാത്രമാണ് ആൻസർ. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യ ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? 1ഉം 2ഉം കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന 1ഉം 2ഉമാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ശരിയായ പ്രസ്താവന FL4A ക്ലബ് ലൈസൻസ് അനുവദിക്കുന്നതിന് 200 മീറ്റർ ദൂരപരിധി നിയമം പാലിച്ചിരിക്കണം.
പബ് ബിയർ വിൽപ്പനയ്ക്കുള്ള ലൈസൻസ് സർക്കാർ നിലവിൽ അനുവദിക്കുന്നത് KTDCക്ക് മാത്രമാണ്. കോട്ട്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? D 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായ പ്രസ്താവനകൾ തന്നിരിക്കുന്ന 4ഉം ശരിയാണ്. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിയായത് D ആണ്, 4ഉം ശരി. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ മുന്നറിയിപ്പ് പരസ്യം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിലായിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പമുള്ളവയായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധം മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? എല്ലാം ശരിയാണ്. 2016 നവംബർ 20 വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഉത്തരം C ആണ്, 1ഉം 2ഉം 3ഉം. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? അംഗങ്ങളായിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എന്നിവരാണ്. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000 വിവരസാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ? ഉത്തരം C ആണ്, Aയും Bയും. വകുപ്പ് 43, വകുപ്പ് 66. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടികളുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം എത്രയാകുമ്പോഴാണ്? 18 വയസ്സിൽ താഴെ. 18 വയസ്സിൽ താഴെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. ഇതിൽ 80 ചോദ്യങ്ങൾ നിങ്ങൾ PSC എക്സാം, ജനറൽ PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നോക്കിയിരിക്കണം. 20 ചോദ്യങ്ങൾ ഈ ഒരു സബ്ജക്റ്റുമായിട്ട്, 20 ചോദ്യങ്ങൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.